ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ധന്യരമ്യ തിയേറ്ററിനെ കുറിച്ചാണ് കുറച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കാനായി നിങ്ങളുടെ മുന്നിലെത്തിയത്. 1988-89 കാലഘട്ടം, അതായത് ഞാൻ 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കാലം. ഞാൻ തിരുവനന്തപുരത്ത് പാൽക്കുളങ്ങര NSS ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. എൻ്റെ വീട് പേട്ടയിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകാറില്ലായിരുന്നു. 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴത്തേക്ക് നോർമലി മിക്ക കുട്ടികൾക്കും തോന്നുന്നത് പോലെ ഒരു ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണാനായിട്ട് എൻ്റെ കൂടെ ഒരു 3-4 എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് തിയേറ്ററിനകത്ത് നമ്മൾ സിനിമ കാണാനായിട്ട് പോവുകയാണെങ്കിൽ അവിടെ തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കും, ഇത് ക്ലാസ് കട്ട് ചെയ്ത് വന്നതാണെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീട്ടിൽ വന്നിട്ട്, ഞാൻ പേട്ടയിലാണ് താമസിച്ചിരുന്നത്, എൻ്റെ വീട്ടിൽ വന്നിട്ട് യൂണിഫോം മാറ്റി കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾ ഈ പേട്ട റെയിൽവേ സ്റ്റേഷൻ വഴി, അവിടുത്തെ റെയിൽപാളം വഴി നടന്നിട്ട് നേരെ നടന്ന് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഡയറക്ഷൻ അനുസരിച്ചിരിക്കും. ചിലപ്പം SL തിയേറ്ററിലേക്കാണെങ്കിൽ അങ്ങനെ പോകും, ഇല്ല ധന്യരമ്യ തിയേറ്ററാണെങ്കിൽ ഉപ്പിടാമൂട് പാലം എത്തിയിട്ട് അവിടെ നമ്മൾ റോഡ് വഴി അങ്ങോട്ട് പോകും. അങ്ങനെ ധന്യരമ്യ തിയേറ്ററിൽ 1988-89 കാലഘട്ടത്തിൽ പല സിനിമകളും, മമ്മൂട്ടിയുടെ ഓഗസ്റ്റ് 1, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ മോഹൻലാലിൻ്റെ സിനിമകൾ, അങ്ങനെ കുറേ സിനിമകൾ ഈ 88-89 കാലഘട്ടത്തിൽ ഞാൻ ധന്യരമ്യ തിയേറ്ററിൽ നിന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് ഞാൻ കണ്ണൂർ SM കോളേജിൽ ഞാൻ പോയി. അപ്പോൾ ഞാൻ 2 കൊല്ലം കണ്ണൂരായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കാനായിട്ട് ദൂരെ ഒന്നും പോയില്ല. ഞാൻ ഡിഗ്രിക്ക് ചെമ്പഴന്തി SM കോളേജിലും അത് കഴിഞ്ഞ് LLBക്ക് ഞാൻ ലോ അക്കാഡമിയിലുമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ അത് കഴിഞ്ഞ് ഡിഗ്രി സമയത്ത് ചെമ്പഴന്തിയിലായിരുന്നു കോളേജ് ആയതുകൊണ്ട് ഞാൻ ഈ തിരുവനന്തപുരത്തുള്ള തിയേറ്ററുകളിൽ നിന്ന് വന്ന സിനിമ, നമ്മൾ അങ്ങോട്ടൊക്കെ ഉള്ള തിയേറ്ററുകളിൽ നിന്നാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ തിരുവനന്തപുരത്തേക്ക് നമ്മൾ ഈ ലോ അക്കാഡമി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ധന്യരമ്യ തിയേറ്ററിൽ പിന്നെയും സിനിമ കാണാൻ പോയി തുടങ്ങി. അപ്പോൾ ഈ ധന്യരമ്യ തിയേറ്ററിലേക്കുള്ള പോകുന്ന പോക്കിൽ നോർമലി ഞാൻ എപ്പോഴും ഈ പേട്ടയിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ഈ വഞ്ചൂർ വഴി ഞാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ഈ കോടതിയുടെ അടുത്തൂടെ ഞാൻ പോകുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ വഞ്ചൂർ കോടതിയിൽ ഞാൻ വരും, ഇതുപോലെ ഒരു കാലത്ത് നമ്മൾ എത്തിപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ധന്യരമ്യ തിയേറ്ററിൽ നിന്ന് സിനിമ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ സിനിമകൾ കണ്ട് വന്നു. അങ്ങനെ ഏകദേശം 2016-17 തൊട്ട് ഞാൻ വീണ്ടും കാര്യമായിട്ട് ഞാൻ കോടതിക്ക് ഏറ്റവും അടുത്തുള്ള തിയേറ്ററാണ് ഈ ധന്യരമ്യ തിയേറ്റർ. ഞാൻ നടന്ന് തന്നെയാണ് പോകണം സിനിമ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കോടതിയിൽ നിന്ന് പതുക്കെ അങ്ങ് മുങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് തിയേറ്ററിലേക്ക് പോകും സിനിമ കാണാനായിട്ട്. അവിടെ പോയി ഞാൻ മിക്ക സിനിമകളും ഞാൻ ധന്യരമ്യ തിയേറ്ററിൽ നിന്നാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ധന്യരമ്യ തിയേറ്ററിൽ ഈ ഇടയ്ക്ക് സൗണ്ട് സിസ്റ്റമൊക്കെ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അത് ആദ്യം ഡോൾബി സൗണ്ട് സിസ്റ്റമൊക്കെ വന്ന തിയേറ്ററിൽ ഒന്നായിരുന്നു ഈ ധന്യരമ്യ തിയേറ്റർ. അപ്പോൾ എനിക്ക് ധന്യരമ്യ തിയേറ്റർ ഭയങ്കര ഇഷ്ടമുള്ള ഒരു തിയേറ്ററായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തുള്ള തിയേറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് പോയി സിനിമ കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 2020 എനിക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ മാർച്ച് 10, 2020 മാർച്ച് 10 ഞാൻ രാവിലെ കോടതിയിലെത്തി. ഒരു 10:45 കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ജാക്കി ഷ്രോഫിൻ്റെ മകൻ്റെ ഒരു സിനിമയുണ്ട്, ടൈഗർ ഷ്രോഫിൻ്റെ ഭാഗി 3. അപ്പോൾ ഞാൻ ഭാഗി 3 എന്ന് പറഞ്ഞ സിനിമ കാണാൻ ഞാൻ വിചാരിച്ചു അന്ന് പോയിട്ട് ഭാഗി 3 കാണാം. അപ്പോൾ 2020 മാർച്ച് 10. അപ്പോൾ ഭാഗി 3 കാണാനായിട്ട് ഞാൻ ധന്യരമ്യ തിയേറ്ററിൽ ഞാൻ പോയി. അപ്പോൾ എനിക്കിവിടെ ധന്യ തിയേറ്ററിലാണെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ട് സിനിമ കാണാനായിട്ട് ടിക്കറ്റ് എടുത്തു, സിനിമ കാണാൻ കയറിയിട്ട് സിനിമ തുടങ്ങി ഒരു 10-20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തിയേറ്ററിനകത്തുള്ളിൽ ഭയങ്കര ചൂട്. അപ്പോൾ നോർമലി ഉള്ള സെക്യൂരിറ്റി എടുത്ത് ഞാൻ ചോദിച്ചു, എന്താണ് ഈ ചൂട്, കാര്യം എന്താണ്, AC ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പം ആണ് സെക്യൂരിറ്റി പറഞ്ഞ് ഇങ്ങനെ ഒരു ചെറിയൊരു കോവിഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സംഭവം ഇങ്ങനെ വാർത്തയിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് AC ഇട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് AC ഇടാത്തതെന്ന് പറഞ്ഞു. അപ്പം ഞാനത് അങ്ങനെ കേട്ടങ്ങ് വിട്ടു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അന്ന് ഫാനൊക്കെ ഇട്ടിരുന്നു, AC ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് സിനിമ കണ്ടു. ഏകദേശം എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഏകദേശം ഒരു 1:30 മണി 2 മണി അടുപ്പിച്ച് സിനിമ തീർന്നു. ഞാൻ തിരിച്ച് കോടതിയിലെത്തിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെത്തി ഞാൻ TV ഇട്ടപ്പോൾ TV-യിൽ ഒരു ന്യൂസ് കാണിക്കുന്നു, സിനിമാ പ്രദർശനശാലകളിൽ ഇനി മുതൽ സിനിമയില്ല, സിനിമാ പ്രദർശനം നിർത്തിവെച്ചു. അപ്പം ഞാൻ അന്ന് പോയി സിനിമ കണ്ടിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ സിനിമാ പ്രദർശനം നിർത്തിവെച്ചു എന്ന് പറഞ്ഞ സംഭവം കോവിഡ് അത്രത്തോളം ആ ലെവലിൽ എത്തി എന്നുള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സിനിമാ പ്രദർശനം നിർത്തിവെച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഈ സിനിമാ പ്രദർശനം നിർത്തി, പിന്നെ കോവിഡ് ഭയങ്കരമായിട്ട് അങ്ങ് സ്പ്രെഡായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും തിയേറ്ററിലെല്ലാം അടച്ചു. അതിനുശേഷം പിന്നെ ഒന്നും തുറന്നതുമില്ല. അപ്പം ഇത് കോവിഡ് 2020-ലും 2021-ലും അങ്ങനെ ഇടയ്ക്ക് തുറന്നു അടച്ചുമൊക്കെ അങ്ങനെ തിയേറ്റർ ഇരുന്നു. അങ്ങനെ 2021 ആയപ്പോൾ
2021 ഈ ധന്യരമ്യ തിയേറ്റർ പൊളിച്ചു. അപ്പോൾ ഇത് പൊളിച്ചെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒരു ദിവസം ഞാൻ അതുവഴി ഇങ്ങനെ ആയുർവേദ കോളേജിൻ്റെ അതുവഴി ഇങ്ങനെ നടന്നപ്പോൾ ധന്യ തിയേറ്റർ മൊത്തം പൊളിച്ച് അവിടെ തിയേറ്റർ ഇരുന്ന ഇതുപോലും ഇല്ലാത്ത തരത്തിൽ ആ തരത്തിൽ ധന്യ തിയേറ്റർ മുഴുവൻ പൊളിച്ചടുക്കി എന്ന് പറയാനാണ് ശരി. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു ദുഃഖം തോന്നി. കാര്യം ഞാൻ വർഷങ്ങളായിട്ട് സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു തിയേറ്ററാണ്. ആ തിയേറ്റർ ഇന്നും അതുവഴി പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ പൊളിച്ചിട്ടിരിക്കുന്ന ധന്യ തിയേറ്റർ കാണാൻ പറ്റും. ആ തിയേറ്റർ ഞാൻ അവിടെ ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ സിനിമ കാണാൻ പോയി. അത് കഴിഞ്ഞ് വർഷങ്ങളോളം സിനിമ കണ്ടു. ഈ വക്കീലായതിനു ശേഷവും ഞാൻ സിനിമകൾ കണ്ടു. ഇതെല്ലാം കണ്ട് എൻ്റെ പിള്ളേരെ ഞാൻ കൊണ്ട് ഏറ്റവും അവസാനം ഞാൻ അമ്മമാരെ കൊണ്ടുവന്ന് കാണിച്ച സിനിമ 2.0 ശങ്കറിൻ്റെ 2.0 3D. അങ്ങനെ എൻ്റെ പിള്ളേരെയും കൊണ്ടുപോയി കണ്ടു. അത് കഴിഞ്ഞ് ശങ്കറിൻ്റെ ഇരുമുഖൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നപ്പോഴത്തേക്ക് അത് ഞാനും വൈഫും പിള്ളേരുമായിട്ട് പോയി കണ്ടു. ഇതെല്ലാം കണ്ട ഒരു തിയേറ്ററാണ്. ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ തവിട് പൊടിയായിട്ട് അങ്ങനെ കിടക്കുന്നു തിയേറ്റർ. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഓർമ്മകളുടെ ഒരു ശേഷിപ്പ് എന്നുള്ള രീതിയിലാണ് ആ തിയേറ്റർ ഇപ്പോൾ അവിടെ അങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നത്. കാര്യം വർഷങ്ങളായിട്ട് ഇങ്ങനെ കണ്ട് തിയേറ്ററിൽ ആ ധന്യരമ്യ തിയേറ്ററുമായിട്ട് നമുക്ക് ഒരു വല്ലാത്തൊരു സിനിമ കാണാനുള്ള ഒരു അനുഭവം. അതായത് അവിടെ ചെന്ന് ബ്ലാക്കിൽ ടിക്കറ്റ് നമുക്ക് ചില സിനിമക്ക് ടിക്കറ്റ് കിട്ടാതെ വരുമ്പം അന്ന് 10 രൂപയുടെ ടിക്കറ്റ് ആയിരുന്നു. ഒരുപക്ഷെ ഞാനും എൻ്റെ ഫ്രണ്ട്സും പോകുമ്പോൾ നമ്മൾ 40 രൂപ 50 രൂപ ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട ഒരു തിയേറ്ററാണ്. അങ്ങനെയൊക്കെ കണ്ട തിയേറ്റർ പെട്ടെന്ന് ഇങ്ങനെ അവർ പൊളിച്ചടുക്കി ഇട്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് വല്ലാത്തൊരു വിഷമവും ഒരുപാട് തിയേറ്റർ, അതായത് സ്കൂൾ അനുഭവങ്ങൾ, സ്കൂളിൽ നിന്ന് നമ്മൾ പോയി സിനിമ കണ്ടതും ക്യൂവിൽ നിന്നതും ആ തിരക്കിൽ ടിക്കറ്റ് എടുത്തത് ഇതെല്ലാം ഒരു വല്ലാത്ത ഒരു ഓർമ്മയായിട്ട് എനിക്കതുവഴി ഇപ്പം ഞാൻ അതുവഴി ആ തിയേറ്ററിൻ്റെ ആ റോഡ് വഴി നടക്കാറില്ല. കാര്യം നടക്കുമ്പോഴേ ഒരു ഓർമ്മകളുടെ ഒരു വേലിയേറ്റമാണ് മനസ്സിനുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ആയുർവേദ കോളേജ് റോഡിലൂടെ ആ തിയേറ്ററിന് മുന്നിലൂടെ ഇപ്പം ഞാൻ നടക്കാറില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ തിയേറ്ററിനെ കുറിച്ച് ഇങ്ങനെ പറയാനായിട്ട് എനിക്ക് തോന്നിയത് ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. അത്രയും മാത്രം.